നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സേതോട്ടാ, മോൾക്കുള്ള സ്കൂൾ വാനിന്റെ കാശ് ഈ ആഴ്ച തന്നെ കൊടുക്കണം. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കണം. കൊടുക്കാമേ, നാളെ ഒരു അഡ്വാൻസ് കിട്ടും, അതിന് കൊടുക്കാം. ഭാവനാണോ? നേരത്തെ ഞാൻ നോക്കുമ്പോ നല്ല ഉറക്കത്തിലായിരുന്നു. സൂര്യ വിളിച്ചു കൊടുക്കാത്തില്ല, എന്നോട് നല്ല പരിഭവം കാണും. അതിന് ഞാൻ സേതോട്ടിനെ കുറ്റം പറയൂ? അവളൊന്ന് സൂര്യയോട് സംസാരിച്ചു എന്ന് കരുതി എന്തുണ്ടാവാനാ? എന്താ മായ നീ ഒന്നും അറിയാത്തോട് സംസാരിക്കുന്നത്? എടി, സൂര്യയും ഭാവനയും തമ്മിൽ ഒന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണെന്ന് നിനക്കറിയാലോ. എടി, ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണം ഇല്ലാതിരിക്കുവോ? എന്ത് കാരണമാണ് സേതോട്ടിന് പറയാനുള്ളത്? മായ, ആ വീട്ടിൽ ഭാവന സുരക്ഷിതയല്ല, അത് തന്നെയാണ് കാരണം. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടി, സൂര്യയും ഭാവനയും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ സൂര്യയോടൊപ്പം പോണമെന്ന് ഭാവന പറയും. അതുകൊണ്ടാണ് തൽക്കാലം അവൾക്ക് ഞാൻ ഫോൺ കൊടുക്കാത്തത്. എടി, അവിടെ നടന്ന സംഭവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് മൊത്തത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ആ മാനസയും ഫാമിലിയും വന്നതിന്റെ പിന്നിൽ തന്നെ മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട സേതോട്ടാ. നീ നോക്കിക്കോ മായ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. അപ്പൊ സൂര്യക്ക് ഭാവനയോട് സംസാരിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. സൂര്യ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് തടയാൻ പറ്റുമോ? സേതോട്ടൻ തന്നെ ഇതെല്ലാം പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിഷയം വിട്, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്താ എന്താ? ഭാവന സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ലേ? ഇല്ല, ഞാനും ഭാമയും കുറെ പ്രാവശ്യം സംസാരിച്ചിട്ടും സംസാരിക്കുന്നില്ല. അവൾക്ക് എന്ത് പറ്റിയമ്മേ? എനിക്ക് അറിഞ്ഞൂടെ. വാ സേതു, വാ മായേ. ചേച്ചി, ഇന്നൊന്നും മിണ്ടാത്ത, പെട്ടെന്ന് എന്താ പറ്റിയ? ചേച്ചി, എന്തെങ്കിലും ഒന്ന് പറ ചേച്ചി. ഇന്നലെ നമ്മളോട് സംസാരിച്ചതല്ലേ, പിന്നെ ഇപ്പൊ എന്താ പറ്റിയ? വേഗം വാ. എന്താ ചേട്ടാ നോക്കി. നിനക്കെന്താ പറ്റിയ? എന്താടാ ഇത്? ഇന്നലെ രാത്രിയും കൂടെ നമ്മളോട് സംസാരിച്ചതല്ലേ, ഇതിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ? ഭാവനെ, നിനക്ക് എന്താ പറ്റിയേ? ഒന്ന് സംസാരിച്ചു നോക്കിയേ. ഭാവനെ, നീ ഞങ്ങളെ വിഷമിപ്പിക്കാതെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. ഈശ്വര, വീണ്ടും പഴയതുപോലെ ആയോ? എനിക്കും അതാ മയച്ചി പേടി. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ സേതോട്ടാ? സേതു, നീ ആദ്യം സൂര്യയെ വിളിക്ക, എന്നിട്ട് ഡോക്ടറിനെ കാണിക്കുന്ന കാര്യം ആലോചിക്കാം. ഇതെന്തോ പെട്ടെന്നുള്ള ഷോക്ക് സംഭവിച്ചതാ സേതോട്ട്? അതിന് ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ മായേ. മനസ്സിലുണ്ടാവുന്ന വിഭ്രാന്തി കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കും അമ്മേ. എല്ലാം ഒന്ന് നേരെയായി വന്നതായിരുന്നു. എന്താ മോളെ നിനക്ക് സംഭവിച്ചത്? ഈശ്വര, ഞങ്ങളെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കുന്നത്? സേതോട്ട, ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ഒന്നുമില്ല, സൂര്യ വിളിക്കില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്റെ മോളെ, നീ ഏട്ടൊന്ന് വിളിച്ചേ. മോളെ, നീ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യാത്തോണ്ടാ. നീ ഒന്ന് വിളിക്കും മോളെ. ഭാവനെ, ചേച്ചി, ചേച്ചി എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക. ചേച്ചി, മോളെ. സേതു, എന്താ പെട്ടെന്ന് നോക്കി ഇങ്ങനെ സംഭവിച്ചത്? അത് നീ എന്നോടാണോ ചോദിക്കണ്ടേ? ആണോ? ഇന്നലെ നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ സൂര്യ ഒന്ന് ഫോൺ വിളിച്ച് കൊടുക്കടാ എന്ന്. നീ കേട്ടായിരുന്നോ? അത് അവളോട് ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലോ. എന്നാൽ അവക്ക് അങ്ങനെയല്ലേ തോന്നിയത്? സേതോട്ട, പെട്ടെന്നുണ്ടാവുന്ന ഷോക്കില പലരുടെയും സമനില തെറ്റുന്നത് തന്നെ. ഇവിടെ നമ്മൾ ചെയ്തത് അബദ്ധമായെന്നാ തോന്നുന്നത്. നോക്ക്,
അവളുടെ ഈ അവസ്ഥയില് ഈ കുടുംബത്തിന്റെ നന്മയാണ് അവള് നോക്കുന്നത്. അതറിയോ നിനക്ക്? അല്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും കയ്യിൽ ഫോണില്ലേ? ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് സൂര്യയെ വിളിച്ചൂടെ അവക്ക്? അപ്പോഴും അവൾ അവിടെ നീ പറഞ്ഞ വാക്കുകൾക്കാണ് വില കൽപ്പിച്ചത്. അതുകൊണ്ടാ ഇന്നലെ ഭരത് ഫോൺ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴും അവള് വേണ്ടാന്ന് അവനോട് പറഞ്ഞത്. ഞാൻ അറിഞ്ഞോ ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമെന്ന്. ഇനിയിപ്പോ എന്താ വേണ്ടെന്നുള്ള പറ. ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല. എത്രയും വേഗം സൂര്യ വിളിച്ച് വിവരം പറയും. അല്ലെങ്കിൽ സൂര്യക്കത് പ്രയാസം ഉണ്ടാവും. നീ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഫോൺ എടുത്ത് വിളിക്കേ. സേതുവേട്ടനാണല്ലോ. സൂര്യ, സൂര്യ, ദേ സേതുവേട്ടൻ വിളിക്കുന്നു. സേതുവേട്ടാ, സൂര്യ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞാനിവിടെ വീട്ടിലുണ്ട്. എന്താ സേതുവേട്ടാ? സൂര്യ, ഭാവന രാവിലെ മുതൽ ഒന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾ എന്തൊക്കെ ചോദിച്ചിട്ട് അവളൊന്നും മിണ്ടുന്നില്ലെന്നു. എന്താ സേതുവേട്ടാ ഇത്? ഇന്നലെ അവള് സംസാരിച്ചതല്ലേ? അതെ സൂര്യ, ഇന്നലെ രാത്രി അവൾ സംസാരിച്ചതാ. പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംസാരം നടന്നോ? ഇല്ല, ഉടനെ എന്തെങ്കിലും ചെയ്യണം. സേതുവേട്ടൻ ഫോൺ വെക്ക്, ഞാൻ വിളിക്കാം. എന്തു പറഞ്ഞു? ഉടനെ വിളിക്കാന്ന് പറഞ്ഞു. എന്റെ മോക്കൊന്നും വരുത്തരുതേ. അവളുടെ ശബ്ദം തിരിച്ചു കിട്ടണേ. എന്താ സൂര്യ, ഭാവന സംസാരിക്കുന്നില്ലേ? ഇല്ല മാനസ, രാവിലെ മുതൽ സംസാരിക്കുന്നില്ല എന്നാ. ഓഹോ, വീണ്ടും പഴയതുപോലെ ആയോ? എങ്കിൽ നന്നായി. നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? സൂര്യ പോയിട്ട് വാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. അവളെ ഇന്ന് പോയി കാണണം. എന്റെ ഒരു സർട്ടിഫിക്കറ്റ് അവളുടെ കൈവശ, അത് വാങ്ങണം. ഞാൻ സൂര്യൻ കൊണ്ട് പോവാന്നാ വിചാരിച്ചിരുന്നേ. എന്നാ പിന്നെ താൻ പോയിട്ട് വാ. അപ്പോഴേക്കും ഞാനൊന്ന് പോയി അന്വേഷിക്കാം. ആദ്യം സ്വാമി ഒന്ന് വിളിക്ക്, എന്നിട്ട് വിവരം പറ. ആ ഓക്കെ, അത് നേരെ. ഞാൻ സ്വാമിയെ വിളിക്കാം. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി.